പാറ്റേൺ കളറൊക്കെ നല്ല രസമാണ്. ഒരു ക്ലാസി എലഗൻറ്റ് ഫീലില്ലേ, അത് കിട്ടുന്നത്. ഒരു സൈസും കൂടെ നിങ്ങളുടെ ആക്ച്വൽ സൈസിൽ ഒരു സൈസും കൂടെ സ്മോളർ എടുത്താലേ കറക്റ്റായിട്ട് അറിയത്തുള്ളൂ. ഗിഷ് ഇത് വരുന്നത് അടിമറിച്ചിട്ടാണ്. ഹേയോ ബഡീസ്, സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നു. ഞാനും അങ്ങനെ കുഴപ്പമില്ലാതെ തട്ടിമുട്ടിയൊക്കെ പോകുന്നു. ഓക്കെ, അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു മീഷോ ഹോളാണ് ഗൈസ്. എന്താണെന്ന് അറിയാം, എനിക്കിപ്പോൾ റീസെൻറ്റ് അഡിക്ഷനാണ് ഈ ഷോർട്ട് കുർത്തീസൊക്കെ ഉണ്ടാവല്ലോ. എനിക്കിങ്ങനെ ഓരോ സീസണിലും ഓരോ അഡിക്ഷനാണ്. അപ്പം ഇപ്പോഴത്തെ അഡിക്ഷനാണ് ഈ ഷോർട്ട് കുർത്തീസ്. ഓക്കെ, അപ്പം ഞാൻ കൂടുതലിപ്പം കുർത്തീസ്, നമ്മുടെ നോർമൽ കുർത്തീസ് ആണെങ്കിലും ടോപ്സ് ആണെങ്കിലും അങ്ങനെ ഞാൻ കുറച്ചും കൂടെ സ്ലീവ്ലെസ് ആണ് എനിക്കിഷ്ടം. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ സ്ലീവ്ലെസ് കുറച്ച് കുർത്തീസിൻ്റെ ഒരു ഹോളായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇന്ന് നമുക്ക് നോക്കാം എങ്ങനെയാണ് ഞാൻ സെലക്ട് ചെയ്ത കുർത്തീസ് എന്നുള്ളത്. ഗൈസ്, ഇതാണ് നമ്മുടെ ഫസ്റ്റ് കുർത്തി ആൻഡ് ഐ ആം സോ ഇൻ ലവ് വിത്ത് ദിസ് വൺ. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ്. സത്യം പറയില്ല, എനിക്ക് സീരിയസ്ലി നല്ല മെറ്റീരിയലൊക്കെ റയോൺ മെറ്റീരിയലാണിത്. ബട്ട് ഇറ്റ്സ് ലൈക്ക് കൈൻഡ് സോ സോഫ്റ്റ്. ഞാനിത് കുറച്ച് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. യൂസ് ചെയ്തതിനകത്ത് എനിക്കിത് കളർ ഫെയ്ഡ് ആവുന്ന പോലെ ഈ പ്രിന്റ് പോകുന്ന പോലെ ഒന്നും തോന്നിയിട്ടില്ല. ഞാനൊരു 3 times ഒക്കെ യൂസ് ചെയ്തിട്ടും സ്റ്റിൽ ഇറ്റ്സ് ലുക്കിംഗ് സോ ഗുഡ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് ഇത് വന്നിട്ട് എസ് സൈസിലാണ് ഞാനിത് ഓർഡർ ചെയ്തത്. ആൻഡ് ഇത് എനിക്ക് കറക്റ്റാണ്. അതായത് ഇനി എനിക്ക് കുറയ്ക്കാനോ കൂട്ടാനോ ഒന്നുമില്ല, പക്കാണ്. പിന്നെ അതേപോലെ തന്നെ ഒരു ചെറിയൊരു ഓൾട്രേഷൻ എനിക്ക് വേണ്ടി വന്നിട്ടുണ്ടെന്ന് തോന്നിയത് ഈ ഒരു അണ്ടർ ആംസിൻ്റെ അവിടെ ഈ ഒരു ഭാഗത്ത് കുറച്ചൊന്ന് ചെറുതായിട്ട്. പക്ഷെ അതങ്ങനെ അറിയത്തൊന്നുമില്ല, ഭയങ്കരമായിട്ടൊന്നും അറിയത്തില്ല. ഞാനത് ഓൾട്ടർ ചെയ്തിട്ടില്ല, ഓൾട്ടർ ചെയ്യാതെയാണ് ഞാൻ യൂസ് ചെയ്തിരുന്നത്. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ലല്ലേ? സോ ദിസ് ഈസ് ഹൗ ദ കുർത്തി ലുക്സ് ഓൺ മീ. എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആണ് കേട്ടോ ലുക്ക്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൈസൊക്കെ പക്കയാണ്. അതേപോലെ ഇതിന് വെറും 261 rupees മാത്രമേ ഉള്ളൂ. സോ യു ഗൈസ് ഷുഡ് ഡെഫിനറ്റ്ലി ട്രൈ ദിസ്. പിന്നെ ഇതിനകത്ത് നോട്ടില്ല, അങ്ങനെ കെട്ടുന്ന പോലെ ഇല്ല. ബട്ട് സ്റ്റിൽ ഇത് കറക്റ്റ് സൈസായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ സെക്കൻഡ് ഡ്രസ്സ് വന്നിട്ട്. ഇതൊരു ബ്ലൂ കളർ ഫ്ലോറൽ പ്രിന്റ് വരുന്ന കുർത്തിയാണ് കേട്ടോ. അപ്പം ഞാൻ ആക്ച്വലി എൻ്റെ സൈസ് എസ് ആണ്. അപ്പം ഞാൻ ഓർഡർ ചെയ്തതും എസ് തന്നെയാണ്. പക്ഷെ നിങ്ങൾ ഈ ഷോർട്ട് കുർത്തീസൊക്കെ എടുക്കുന്ന സമയത്ത് ഏകദേശം ഒരു സൈസ് സ്മോളർ സൈസ് എടുക്കണം. കാരണം ഇതിൻ്റെ കറക്റ്റ് ഫിറ്റ് അറിയണമെങ്കിൽ ഒരു സൈസും കൂടെ, നിങ്ങളുടെ ആക്ച്വൽ സൈസിൽ ഒരു സൈസും കൂടെ സ്മോളർ എടുത്താലേ കറക്റ്റായിട്ട് അറിയത്തുള്ളൂ. കാരണം ഇത് എസ് ആയത് കാരണം തന്നെ എനിക്കിത് ഭയങ്കര ഓൾട്രേഷൻ വേണ്ടി വരുന്നുണ്ട് കേട്ടോ. കാരണം എനിക്ക് എന്താണ് പറയുക, ഈ ഷോൾഡറിൻ്റെ അവിടെയാണെന്നുണ്ടെങ്കിലും സ്ലീവ് എനിക്ക് കറക്റ്റ് അല്ലായിരുന്നു, ഭയങ്കര കുറച്ചും കൂടെ ഇറങ്ങിയിരിക്കുകയായിരുന്നു. പിന്നെ അതേപോലെ ഈ ബാക്ക് സൈഡൊക്കെ വന്നിട്ട് നമുക്കിതിനകത്തൊരു നോട്ട് ഉണ്ട്, ഇവിടെ കെട്ടാനൊരു ബാക്കിലൊരു നോട്ട് ഉണ്ട്. ബട്ട് സ്റ്റിൽ ഈ ഒരു പോർഷനില്ലേ, ബാക്ക് പോർഷനൊക്കെ വന്നിട്ട് കുറച്ചും കൂടെ എനിക്ക് ഇങ്ങനെ പളപളാന്നാണ് കിടക്കുന്നത്. അപ്പം ഇത് വന്നിട്ട് 267 ആണ് ഞാൻ മീഷോന്ന് ഓർഡർ ചെയ്തത്. അപ്പം ഡ്രസ്സിൻ്റെ കോഡെല്ലാം ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഗൈസ്, ഈ കുർത്തിയുടെ പ്രിൻ്റ് എനിക്ക് ഭയങ്കര ഒരു എലഗൻസി ഫീലാണ് കേട്ടോ. നന്നായിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കിത് ബിറ്റ് ബിഗ് ഫോർ മീ. നിങ്ങൾക്ക് ആ നെക്കൊക്കെ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും, ഒത്തിരി ഡീപ്പാണ്. അതേപോലെ ഇതിൻ്റെ ബാക്കിലെ നോട്ടുള്ളതുകൊണ്ട് മാത്രമാണ് ഞാനിതിപ്പോൾ പിടിച്ച് നിൽക്കുന്നത് ഇട്ടിട്ട്. ബാക്കിലൊക്കെ ഇങ്ങനെ ഫ്ലഫി ആയിട്ട് കിടക്കുന്നതാണ്. അപ്പം നിങ്ങൾ സൈസ് നോക്കുന്ന സമയത്ത് എന്തായാലും ഇപ്പോൾ എസ് സൈസ് തന്നെ ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് കുറച്ച് ഓൾട്രേഷൻസ് ഒക്കെ വേണ്ടി വരും. ഫസ്റ്റ് കുർത്തിയും സെക്കൻഡ് കുർത്തിയും തമ്മിൽ സൈസിന് നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മുടെ തേർഡ് കുർത്തി വന്നിട്ട് ഈ ഒരു റെഡ് കളർ കുർത്തിയാണ് കേട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ ഒരു ഡിസൈൻ, പാറ്റേൺ, കളറൊക്കെ നല്ല രസമാണ്. ഒരു ക്ലാസി എലഗൻറ്റ് ഫീലില്ലേ, അത് കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് മറ്റേ റയോൺ തന്നെയാണ് ഫാബ്രിക്. പക്ഷേ മറ്റേ ബ്ലൂ നമുക്ക് വിസ്കോസ് റയോൺ ആയതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ സോഫ്റ്റ് ആണ്. ഇത് വന്നിട്ട് നമുക്കൊരു അത്രയ്ക്കൊരു സോഫ്റ്റ്നെസ് ഇല്ല, കുറച്ച് ഹാർഡായിട്ടാണ് കിടക്കുന്നത്. പക്ഷേ കംഫർട്ടബിൾ ആണ്, ഭയങ്കര കംഫർട്ടബിൾ ആണ്. അതേപോലെ ഒട്ടും തന്നെ സീ ത്രൂ അല്ല ഇതും. പിന്നെ സൈസ് വന്നിട്ട് ഇതും എസ് സൈസ് തന്നെയാണ്. ഞാൻ നേരത്തെ കാണിച്ചു തന്ന ബ്ലൂവിൻ്റെ സൈസ് വെച്ചിട്ട് സെയിം സൈസ് ആണെങ്കിൽ പോലും ഫിറ്റിന് കുറച്ച് ഡിഫറൻസ് ഉണ്ട്. ഇത് കുറച്ചും കൂടെ സ്മോളറാണ്. അപ്പം നിങ്ങൾക്കറിയാമല്ലോ, മീഷോയിൽ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഇപ്പം നമ്മൾ എസ് തന്നെയാണ് കൊടുക്കുന്നതെങ്കിലും എസ്സിൽ തന്നെ വെറൈറ്റി സൈസിലായിരിക്കും വരിക.
അപ്പോൾ ഇങ്ങനെ പോലും ചെറിയൊരു ഓൾട്രേഷൻ എന്തായാലും നമുക്ക് വേണ്ടി വരും. ചിലപ്പം അണ്ടർ ആംസ്, ഇപ്പം ഈ ഒരു കുർത്ത സെറ്റിലൊക്കെ ഒരു ഓൾട്രേഷൻ വേണ്ടി വരിക എന്ന് പറഞ്ഞാൽ ഒന്നല്ലെങ്കിൽ അണ്ടർ ആംസിൻ്റെ അവിടെ വേണ്ടി വരും, അല്ലെങ്കിൽ നമുക്ക് ഷോൾഡറിൻ്റെ ഭാഗത്ത് വേണ്ടി വരും. അതല്ലാതെ ഇതിൽ വേറെ ഓൾട്രേഷൻസ് ഒന്നും വേണ്ട. കാരണം നമുക്കിപ്പോൾ കുറച്ച് ലൂസ് ആണെങ്കിൽ തന്നെ നമുക്ക് ഇവിടെ നോട്ട് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ ടൈറ്റ്നെസ് ഓക്കെ ആക്കി കിട്ടും. പിന്നെ ബാക്കി ലെങ്ത്തും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണ് ഇതിനകത്ത്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. ഈ ഡ്രസ്സ് ഇടുന്ന സമയത്ത് എനിക്കൊരു പഞ്ചാബി ഫീല് വരുന്നുണ്ട് കേട്ടോ. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ലൈക്ക് ഈ ജീൻ്റെ കൂടെ ഈ ഒരു കുർത്തി, ഈ റെഡ് കളർ കുർത്തി, ഇറ്റ്സ് ലൈക്ക് ഓസം. എനിക്ക് ഇതിന് ടെൻഷൻ ഇത് കഴുകുമ്പോൾ ഇതിൻ്റെ കളർ പോകുക എന്നുള്ളതാണ്. അതെനിക്ക് അറിയത്തില്ല, ഞാൻ ഇത് കഴുകിയിട്ടില്ല, അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. ബാക്കിൽ ആ ഒരു കുറച്ച് ലൂസായിട്ടുള്ളത് അറിയുന്നുണ്ട്. ബട്ട് ഇതിൽ നോട്ട് വരുന്ന കാരണം നമുക്ക് കുഴപ്പമില്ല, അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടിയിട്ട് ഇടാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 289 ആണ്. അപ്പോൾ എന്തായാലും പ്രൈസും കുറേ അധികം ഡ്രസ്സസ് ഉണ്ടാവും, ഡിഫറെൻറ്റ് പ്രൈസസിലുണ്ടാവും. അപ്പോൾ നിങ്ങൾ റേറ്റിംഗ് നോക്കി വാങ്ങിക്കാൻ നോക്കുക. പിന്നെ മാക്സിമം റിവ്യൂസ് നോക്കി തന്നെ എടുക്കുക. കാരണം ഒരു 5-10 രൂപ കൂടുതലാണെന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റിയിൽ എടുക്കുന്നതിനാണ് കാര്യം. പിന്നെ ഞാനിതങ്ങനെ യൂസ് ചെയ്തിട്ടില്ല, ഇനിയിപ്പോൾ യൂസ് ചെയ്തിട്ട് കളറ് പോകുമെന്നുള്ളത് എനിക്കറിയത്തില്ല കേട്ടോ. പക്ഷെ ഒറ്റ നോട്ടത്തിൽ നമുക്കിപ്പം ഡ്രസ്സസൊക്കെ ഇങ്ങനെ അത്ര ക്വാളിറ്റി ഇല്ലാത്ത ഡ്രസ്സ് തന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറ്റുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷൻ തന്നെ ആയിരിക്കും കുർത്ത. കാരണം നല്ല ഔട്ട്ലുക്ക് ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പം നമ്മുടെ ലാസ്റ്റ് കുർത്തിയാണ് കേട്ടോ ഈ ഒരു വൈറ്റ് ആൻഡ് ഒരു പിങ്കിഷ് ഇത് വരുന്നത്. അടിമറിച്ചിട്ടാണ് ഗൈസ് ഡ്രസ്സ്. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് കുർത്തി. ഇത് ആക്ച്വലി വന്നിട്ട് ഇതിൻ്റെ സൈസാണ് ഏറ്റവും കൂടുതൽ വലിയ സൈസ്. ഇത് ആക്ച്വലി എസ് തന്നെയാണ് ഇത് ഓർഡർ ചെയ്തിരിക്കുന്നത്, എസ് ആണ്. പക്ഷെ ഇത് വന്നപ്പോൾ വേറെ ഏതോ ഒരു സൈസാണ് കിട്ടിയത്. കാരണം അത് ഭയങ്കര, നിങ്ങൾക്ക് ഈ ഒരു ഷോൾഡർ, ഈ ഒരു നെക്ക് കണ്ടോ, ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നിങ്ങൾക്ക് ഇത് എത്ര വലുതാണ് എന്നുള്ളത്. കാരണം എനിക്കിത് ഇവിടെയാണ് കിടക്കുന്നുണ്ടായിരുന്നത്. സോ ഇത് ഭയങ്കര, പക്ഷെ ബോഡി വൈസ് അത്ര വലിയ യൂസ് ഒന്നുമില്ല. കാരണം ഇതിലും നോട്ട് വരുന്നുള്ളതുകൊണ്ട് നമുക്കത് ബാക്കിൽ ടൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ്സ് ഓക്കെ, നമ്മുടെ ബോഡി വൈസ് ഓക്കെയാണ്. പക്ഷെ ഷോൾഡറും ഇവിടെ അണ്ടർ ആംസിൻ്റെ അവിടെ, നെക്കിൻ്റെ അവിടെയൊക്കെ ഭയങ്കര ഇറങ്ങിയിട്ടാണ് ഇത് കിടക്കുന്നത്. അപ്പോൾ അത് കാരണം നമുക്ക് സൈസൊന്നും അങ്ങനെ പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം എസ്സിൽ തന്നെ മൾട്ടിപ്പിൾ സൈസസ് ആണ് എസ്സിൽ തന്നെ വരുന്നത്. സോ നമുക്ക് അങ്ങനെ കറക്റ്റായിട്ട് എടുക്കാൻ പറ്റില്ല. എന്തായാലും ഒരു ഓൾട്രേഷൻ ഞാൻ പറഞ്ഞ പോലെ വേണ്ടി വരും. പിന്നെ ഇതിൻ്റെ വന്നിട്ട് റേറ്റ് വന്നിട്ട് 238 ആണ് റേറ്റ് വന്നിട്ട്. ഫാബ്രിക് വന്നിട്ട് റയോൺ തന്നെയാണ്. ഇത് മറ്റേ കുറച്ച് സ്മൂത്താണ് കേട്ടോ, ഭയങ്കര കംഫർട്ടബിൾ ആണ്. അങ്ങനെ കുറച്ച് സീ ത്രൂ ആണ്. കാരണം എനിക്ക് അതറിയില്ല, ബാക്കിയുള്ള കുർത്തീസിലൊന്നും അങ്ങനെ സീ ത്രൂ അല്ലായിരുന്നു. എനിക്കറിയില്ല, ഇത് വൈറ്റ് വന്നുകൊണ്ടാണോ ഇനിയിപ്പോൾ അത് സീ ത്രൂ ആവുന്നതെന്ന് എനിക്കറിയത്തില്ല. കാരണം ഇത് കുറച്ച് സീ ത്രൂ ആണ് നമ്മൾ. പക്ഷെ ഒത്തിരി അങ്ങനെ ട്രാൻസ്പെറൻ്റ് ഒന്നും അല്ല കേട്ടോ, നമുക്കങ്ങനെ ഉള്ളിലുള്ളത് കാണും, അങ്ങനെയൊന്നുമല്ല. ബട്ട് കമ്പയർ ടു ദി അതർ 3 ഇത് കുറച്ച് ഒരു ലിറ്റിൽ ബിറ്റ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ബട്ട് അതർവൈസ് ഫാബ്രിക് അടിപൊളിയാണ്. പിന്നെ ഇതിൻ്റെ പാറ്റേണും കൊള്ളാം, നല്ല രസമുണ്ട്. കളറാണെങ്കിലും പാറ്റേൺ ആണെങ്കിലും നല്ല ഭംഗിയുണ്ട് കാണാൻ. ഗൈസ്, ഇത് ഞാൻ ഒപ്പിച്ച് വെച്ചിട്ടതാണ്, ഞാൻ ഓൾട്ടർ ചെയ്തിട്ടില്ല. ബാക്കിലോട്ട് ഇങ്ങനെ കുറച്ച് കയറ്റിയിട്ടിട്ടാണ് ഞാനിത് കാണിച്ചു തരുന്നത്. പക്ഷെ എനിക്ക് പ്രിൻറ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഓക്കെ ഗായ്സ്, ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും കുർത്തീസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമുക്ക് അണ്ടർ 300 ഭയങ്കര അഫോർഡബിൾ റേറ്റിൽ തന്നെ ഈ നല്ല ക്വാളിറ്റി ആയിട്ട് നല്ല അടിപൊളി ഡിസൈൻസ് ഒക്കെ ആയിട്ട് നല്ല കുർത്തീസ് ഭയങ്കര ലാഭമായിട്ട് തന്നെ എനിക്ക് തോന്നി. അപ്പോൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ഞാൻ കോഡ്സ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്, ഡു ചെക്ക് ഇറ്റ് ഔട്ട്. Okay, so guys, that's it. We'll see you on my next video. Until then, it's a bye from me. Ta-ta!